ഹലോ സ്റ്റുഡൻസ്, ഫിനാൻഷ്യൽ മാർക്കറ്റ് ആൻഡ് ഓപ്പറേഷൻസിൽ നിന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് മ്യൂച്വൽ ഫണ്ട് സ്കീംസ് ആണ്. നിങ്ങളുടെ ടെക്സ്റ്റിലെ പേജ് നമ്പർ 133 കിടക്കുന്നുണ്ട്. ക്ലാസിഫിക്കേഷൻ ഓഫ് മ്യൂച്വൽ ഫണ്ട് സ്കീംസ്. ബേസിക്കലി മ്യൂച്വൽ ഫണ്ടിനെ അതിൻ്റെ സ്ട്രക്ചറിൻ്റെ ബേസിസിൽ രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. 2 ടൈപ്സ് എന്നാണ് നമ്മൾ പറയുന്നത്. അത് ഓപ്പൺ എൻഡ് സ്കീംസും ക്ലോസ് എൻഡഡ് സ്കീംസും ആണ്. അതിൽ ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന ഓപ്പൺ എൻഡഡ് സ്കീംസാണ്. ഓപ്പൺ എൻഡ് സ്കീമിനെ സെബി ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എ ഫണ്ട് വിച്ച് ഈസ് ഓഫറിംഗ് യൂണിറ്റ് ഫോർ സെയിൽ വിച്ച് ഡസ് നോട്ട് സ്പെസിഫൈ എനി ഡ്യൂറേഷൻ ഫോർ റിഡംഷൻ ഓർ റീപർച്ചേസ് ഓഫ് യൂണിറ്റ്. യൂണിറ്റുകൾ റിഡീം ചെയ്യാനായിട്ടോ റീപർച്ചേസ് ചെയ്യാനായിട്ടോ ഒരു ഡ്യൂറേഷൻ സ്പെസിഫൈ ചെയ്യാതെ കൊണ്ട് ഇഷ്യൂ ചെയ്യുന്ന അല്ലെങ്കിൽ ഓഫർ ചെയ്യുന്ന യൂണിറ്റുകളാണ് ഓപ്പൺ എൻഡഡ് സ്കീംസ് എന്ന് പറയുന്നത്. അതായത് അങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് അത് എപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ അവരാവശ്യപ്പെടുന്ന ഏത് സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ അത് വാങ്ങാനായിട്ടും വിൽക്കാനായിട്ടും സാധിക്കും. നെറ്റ് അസറ്റ് വാല്യൂവിൻ്റെ ബേസിസിലായിരിക്കും ട്രേഡിങ് നടക്കുന്നത്. വാങ്ങലും വിൽപ്പനയെല്ലാം നടക്കുന്ന നെറ്റ് അസറ്റ് വാല്യൂവിൻ്റെ ബേസിസിലാണ്. ഈ സ്കീം എന്ന് പറയുന്നത് പെർപ്പച്വൽ എക്സിസ്റ്റൻസ് ആണ്, അതായത് സ്ഥിരമായിട്ട് നിലനിൽക്കുവാണ്. അതിൻ്റെ ഫ്ലെക്സിബിൾ എവർ ചേഞ്ചിങ് കോർപ്പസ്, ഒരു എവർ ചേഞ്ചിങ് ഉള്ള ഒരു സ്ട്രക്ചറാണ് അതിനുള്ളത്. അപ്പോൾ ഈ ഒരു ഓപ്പൺ എൻഡ് സ്കീം എന്ന് പറഞ്ഞാൽ അതിൻ്റെ മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. എപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റേഴ്സിന് അത് വാങ്ങുകയോ വിൽക്കാനായിട്ടോ സാധിക്കും. അത് വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുന്നത് നെറ്റ് അസറ്റ് വാല്യൂ ആണ്. നോർമലായിട്ട് ഇത് ഹോൾഡ് ചെയ്യുന്ന വ്യക്തികൾ അത് സെൽ ബാക്ക് ചെയ്യുന്ന ഇഷ്യൂയിങ് കമ്പനിക്ക് തന്നെയാണ് അത് തിരിച്ചു വയ്ക്കുന്നത്. അപ്പോൾ ഈ ഒരു ഓപ്പൺ എൻഡ് സ്കീമുകൾക്ക് എക്സ്ട്രീം ലിക്വിഡിറ്റിയാണ്. അതിൻ്റെ ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ഏറ്റവും കൂടുതലാണ്. എപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ അത് അവർക്ക് വിൽക്കാനായിട്ട് സാധിക്കും. അടുത്തത് ക്ലോസ് എൻഡഡ് സ്കീമാണ്. ക്ലോസ് എൻഡഡ് സ്കീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്പൺ എൻഡഡ് സ്കീമുകളല്ലാത്തതെല്ലാം ക്ലോസ് എൻഡഡ് സ്കീമാണ്. വേറെ പീരിയഡ് ഓഫ് സ്കീം ഈസ് സ്പെസിഫൈഡ് ഇൻ എ ക്ലോസ് എൻഡഡ് സ്കീം. അതായത് ഇതിൻ്റെ പീരിയഡ് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. പീരിയഡ് ഓഫ് സ്കീം, ആ ഒരു സ്കീം എത്ര നാളുണ്ടായിരിക്കും എന്നുള്ളത് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതാണ് ക്ലോസ് എൻഡഡ് സ്കീംസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള മ്യൂച്വൽ ഫണ്ടുകളെന്ന് പറയുന്നത് എപ്പോൾ വേണമെങ്കിലും വാങ്ങാനായിട്ടോ വിൽക്കാനായിട്ടോ സാധിക്കുന്നതല്ല. അപ്പോൾ അങ്ങനെയുള്ള ഷെയറുകൾ ഇഷ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിലോ റീപർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിലോ റെഡീം ചെയ്യണമെന്നുണ്ടെങ്കിലോ അതെപ്പോൾ വേണമെങ്കിലും സാധിക്കത്തില്ല. അതിനകത്തൊരു സ്പെസിഫൈഡ് ആയിട്ടുള്ള ടൈം പീരീഡ് പറഞ്ഞിട്ടുണ്ടായിരിക്കും. ആ ഒരു പീരീഡ് ടെർമിനേറ്റ് ചെയ്യുന്ന സമയത്ത് മാത്രമേ അത് വാങ്ങാനായിട്ടോ വിൽക്കാനായിട്ടോ സാധിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള യൂണിറ്റുകൾ പബ്ലിക്കിന് ഓഫർ ചെയ്യുന്നത് പബ്ലിക് ഇഷ്യൂ അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിന് ഓഫർ ചെയ്യുന്ന പബ്ലിക് ഇഷ്യൂ വഴിയാണ്. എന്നിട്ട് എന്നാണ് ആ ഒരു ഡേറ്റ് ക്ലോസ് ചെയ്യുന്നത് അതിന് ശേഷം ഇൻവെസ്റ്റേഴ്സിന് ആ യൂണിറ്റ് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതല്ല. അതേപോലെ ഒരു റിഡംഷൻ പീരീഡ് പറഞ്ഞിട്ടുണ്ടായിരിക്കും. സാധാരണ 10 വർഷം മുതൽ 15 വർഷം എന്നുള്ള രീതിയിലാണ് റിഡംഷൻ്റെ പീരീഡ് അവർ സ്പെസിഫൈ ചെയ്ത് പറയുന്നത്. അപ്പോൾ ആ ഒരു ഫിക്സഡ് പീരീഡിൽ മാത്രമേ അവർ അത് റിഡീം ചെയ്യുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് ഒരിക്കലും അതത് റിഡീം ചെയ്യുന്നതല്ല. അപ്പോൾ ആ ഒരു പീരീഡ് ടെർമിനേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അത് റിഡീം ചെയ്യും. ആ ഒരു റിഡംഷന് ശേഷം പിന്നീട് ആ ഒരു സ്കീം നിലവിലില്ല. അവിടെ വെച്ച് എന്നാണോ റിഡീം ചെയ്യുന്നത് ആ ഫൈനൽ റിഡംഷന് ശേഷം ആ ഒരു സ്കീം അവിടെ സീസഡ് ടു എക്സിസ്റ്റ് ആണ്. അതിനുശേഷം ആ ഒരു സ്കീം അവിടെ നിലവിലുണ്ടായിരിക്കുന്നതല്ല. SBIയുടെ മാഗ്നം ഗ്ലോബൽ ഫണ്ട് 1994, മാസ്റ്റർ ഷെയർ, മാസ്റ്റർ പ്ലസ്, LIC, ധനവർഷ, ആപ്പിൾ മിഡാസ് ഫണ്ട് ഇതെല്ലാം അതിൻ്റെ എക്സാമ്പിളായിട്ടാണ് പറയുന്നത്. അടുത്താണ് പോർട്ട്ഫോളിയോ ക്ലാസിഫിക്കേഷൻ ഓഫ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ഇക്വിറ്റി ഫണ്ട് എന്ന് പറയുന്നത്. ഇക്വിറ്റി ഷെയറുകളിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടുകളാണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്താണ് ഗ്രോത്ത് ഫണ്ട്. അതായത് ഭാവിയിൽ ക്യാപിറ്റൽ അപ്രീസിയേഷൻ ഉണ്ടാകും അല്ലെങ്കിൽ ഗ്രോത്ത് ഉണ്ടാകും എന്നുള്ള സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടുകളെയാണ് ഗ്രോത്ത് ഫണ്ട് എന്ന് വിളിക്കുന്നത്. അവരെ നമ്മൾ നെസ്റ്റ് എഗ്സ് എന്ന് നമ്മൾ വിളിക്കാറുണ്ട്. ദേ ആർ ഓൾസോ നോൺ ആസ് നെസ്റ്റ് എഗ്സ്. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് മെയിനായിട്ട് ഇക്വിറ്റീസൊക്കെ ആയിരിക്കും ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഗ്രോത്ത് പൊട്ടൻഷ്യലുള്ള, അതായത് വളർച്ചയുണ്ടാകുമെന്ന ഉറപ്പുള്ള കാര്യങ്ങളിൽ മാത്രമാണ് ഈ പറഞ്ഞ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഇവർ നടത്തുന്നത്. തേർഡ് വണ്ണാണ് ഇൻകം ഫണ്ട്. ഹൈ ഈൽഡിങ് ആയിട്ടുള്ള സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടുകളെയാണ് നമ്മൾ ഇൻകം ഫണ്ട് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഫണ്ടുകളുടെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് അവരുടെ കറണ്ട് ഇൻകം, അതായത് ഇപ്പോൾ ഉള്ള ഇൻകം എത്രയാണോ അതിനെ മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. അടുത്താണ് റിയൽ എസ്റ്റേറ്റ് ഫണ്ട്. റിയൽ എസ്റ്റേറ്റ് ഫണ്ട് എന്ന് പറയുന്നത് ഒരു ക്ലോസ് എൻഡഡ് മ്യൂച്വൽ ഫണ്ടാണ്. അത് റിയൽ എസ്റ്റേറ്റിലും പ്രോപ്പർട്ടീസിലും മാത്രം ഇൻവെസ്റ്റ് നടത്തുന്ന മ്യൂച്വൽ ഫണ്ടുകളാണ് റിയൽ എസ്റ്റേറ്റ് ഫണ്ട് എന്ന് പറയുന്നത്. അടുത്താണ് ഓഫ് ഷോർ ഫണ്ട്. ഓഫ് ഷോർ ഫണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ
സേവിങ്സ് മൊബിലൈസ് ചെയ്യുന്ന ഫോറിൻ കൺട്രീസിൽ നിന്ന് ഫോറിൻ കറൻസിയിലുള്ള സേവിങ്സാണ് മൊബിലൈസ് ചെയ്യുന്നത്. എന്നിട്ടത് ഇന്ത്യൻ കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. 6th വണ്ണാണ് ലിവറേജ് ഫണ്ട്. ലിവറേജ് ഫണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാർക്കറ്റിൽ നിന്ന് ബോറോ ചെയ്ത ഫണ്ട് യൂസ് ചെയ്തിട്ട്, ബോറോ ചെയ്യുക എന്ന് പറഞ്ഞാൽ കടം വാങ്ങുക എന്നുള്ളതാണ്. അങ്ങനെ കടം വാങ്ങിയ ഫണ്ട് യൂസ് ചെയ്തിട്ട് പോർട്ട്ഫോളിയോസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. അങ്ങനെ ബോറോ ചെയ്ത ഫണ്ട് എന്ന് പറയുന്നത് പോർട്ട്ഫോളിയോയുടെ സൈസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. എന്നിട്ട് അതുവഴി കിട്ടുന്ന ബെനിഫിറ്റുകൾ, അതിൻ്റെ അകത്തു നിന്ന് കിട്ടുന്ന ഗെയിന് എന്ന് പറയുന്നത് ബോറോവിഡ് ഫണ്ടിന് മേൽ കിട്ടിയ എക്സസ് ഗെയിനായിട്ട് കരുതപ്പെടും. അടുത്താണ് ഹെഡ്ജ് ഫണ്ട്സ്. മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ട് അവർ റിസ്കിനെ ഹെഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്പെക്കുലേറ്റീവ് ട്രാൻസാക്ഷൻസിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ഹെഡ്ജ് ഫണ്ട്സ് എന്ന് വിളിക്കുന്നത്. അടുത്താണ് ടാക്സ് എക്സംപ്റ്റ് ഫണ്ട്. ഇതെന്ന് പറയുന്നത് ടാക്സ് ബെനിഫിറ്റ് റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടാണ് ടാക്സ് എക്സംപ്റ്റ് ഫണ്ട് എന്ന് പറയുന്നത്. 9th വൺ ലിക്വിഡ് ഫണ്ട്. ഇതെന്ന് പറയുന്നത് ഷോർട്ട് ടൈം മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻസിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതായത് പെട്ടെന്ന് ലിക്വിഡാക്കി എടുക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് ക്യാഷായിട്ട് കൺവേർട്ട് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ റിട്ടേൺ കുറവായിരിക്കും. അടുത്താണ് സ്പെഷ്യൽ ഫണ്ട്. ഈ ഫണ്ട് എന്ന് പറയുന്നത് സ്പെഷ്യലൈസ്ഡ് ചാനൽസിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതായത് ഗോൾഡ്, സിൽവർ, അതല്ലാന്നുണ്ടെങ്കിൽ സ്പെസിഫൈഡ് കൺട്രിയിൽ, അതല്ലാന്നുണ്ടെങ്കിൽ സ്പെസിഫിക് കാറ്റഗറി ഓഫ് കമ്പനീസിൽ, അങ്ങനെ സ്പെഷ്യൽ കേസസിലുള്ളതാണ് സ്പെഷ്യൽ ഫണ്ട്സ് എന്ന് പറയുന്നത്. അടുത്താണ് ഇൻഡെക്സ് ലിങ്ക്ഡ് ഫണ്ട്. അതായത് സ്റ്റോക്ക് മാർക്കറ്റിൽ അല്ലെങ്കിൽ സ്റ്റോക്ക് ഇൻഡെക്സിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഷെയർസിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് ഇൻഡെക്സ് ലിങ്ക്ഡ് ഫണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴാണോ ഇൻഡെക്സിൻ്റെ വാല്യൂ കൂടുന്നത് അല്ലെങ്കിൽ ഇൻഡെക്സ് റൈസ് ചെയ്യുന്ന ആ സമയത്ത് ഈ ഒരു ഫണ്ടും റൈസ് ചെയ്യും. നെക്സ്റ്റാണ് ഫണ്ട് ഓഫ് ഫണ്ട് എന്ന് പറയുന്നത്. ഫണ്ട് ഓഫ് ഫണ്ട് എന്ന് പറയുന്നത് വേറുള്ള മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടുകളാണ് ഫണ്ട് ഓഫ് ഫണ്ട് എന്ന് പറയുന്നത്. അടുത്തത് ക്യാപിറ്റൽ അപ്രീസിയേഷൻ ഫണ്ട്. ഇതെന്ന് പറയുന്നത് ക്യാപിറ്റൽ അപ്രീസിയേഷൻ ഉറപ്പുള്ള കാര്യങ്ങളിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടുകളാണ് ക്യാപിറ്റൽ അപ്രീസിയേഷൻ ഫണ്ട് എന്ന് പറയുന്നത്. അടുത്ത ലോഡ് ആൻഡ് നോ ലോഡ് ഫണ്ട്സ്. ലോഡ് ഫണ്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫണ്ട്സ് വിത്ത് സെയിൽ ചാർജ് ഉള്ള ഫണ്ടുകളാണ് ലോഡ് ഫണ്ട്സ് എന്ന് പറയുന്നത്. നോ ലോഡ് ഫണ്ട് എന്ന് പറയുന്നത് NAVയിൽ സെയിൽ ചാർജുകളൊന്നും ഇല്ലാതെ നെറ്റ് അസറ്റ് ഒരു വാല്യൂവിൽ വാങ്ങുകയും വിൽക്കുകയും ചെയ്യാൻ പറ്റുന്ന ഫണ്ടുകളാണ് നോ ലോഡ് ഫണ്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് അതർ ക്ലാസിഫിക്കേഷൻ ഓഫ് മ്യൂച്വൽ ഫണ്ട്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ഗിൽറ്റ് ഫണ്ട്. ഗിൽറ്റ് ഫണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ് സെക്യൂരിറ്റികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. അത് മീഡിയം ടു ലോങ് ടൈം മെച്യൂരിറ്റീസ് ഉള്ള ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ആയിരിക്കും. ഗിൽറ്റ് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഗവൺമെൻറ് സെക്യൂരിറ്റീസിൽ മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ റിസ്ക് എന്ന് പറയുന്നത് ഏറ്റവും കുറവായിരിക്കും. അടുത്തത് ഡൈവേഴ്സിഫൈഡ് ഡെപ്റ്റ് ഫണ്ട് അല്ലെങ്കിൽ ഇക്വിറ്റി ഫണ്ട് എന്ന് പറയുന്നത്. ഡൈവേഴ്സിഫൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല തരത്തിലുള്ള ഇക്വിറ്റി ഫണ്ടിലും ഡെപ്റ്റ് ഫണ്ടിലും ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു ഡെപ്റ്റ് ഇക്വിറ്റി ഫണ്ടിനകത്ത് ഇവർ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ തരം ഡെപ്റ്റ് ഇക്വിറ്റി സെക്യൂരിറ്റീസിൽ ഇവർ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തും. അപ്പോൾ പ്രോപ്പറായിട്ട് ഇത് ഡൈവേഴ്സിഫൈഡ് ആണ്, ഡെപ്റ്റ് ഇക്വിറ്റി എല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാക്കും. അപ്പോൾ ഇവിടെ ഡെപ്റ്റും ഇക്വിറ്റിയും എല്ലാം ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു റിസ്ക് റിഡക്ഷൻ്റെ ആ ഒരു ബെനിഫിറ്റ് ഇങ്ങനെയുള്ള സെക്യൂരിറ്റീസിന് അവൈലബിൾ ആണ്. ഡൈവേഴ്സിഫിക്കേഷൻ കൂടുമ്പോൾ റിസ്ക് റിഡക്ഷൻ്റെ ബെനിഫിറ്റ് കിട്ടും. അത് ഇതിനകത്ത് നമുക്ക് പോസിബിളാണ്. അടുത്താണ് അഷ്വേർഡ് റിട്ടേൺ ഫണ്ട് എന്ന് പറയുന്നത്. ഈ അഷ്വേർഡ് റിട്ടേൺ ഫണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ക്ലോസ് എൻഡ് സ്കീമാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഫ്യൂച്ചർ ഇയേഴ്സിൽ ഉള്ള റിട്ടേൺ എത്രയെന്നുള്ളത് അഡ്വാൻസ് ആയിട്ട് തന്നെ ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതായത് അഷ്വേർഡ് റിട്ടേൺ, അതായത് ഉറപ്പായിട്ട് കിട്ടുന്ന റിട്ടേൺ എന്ന് പറയുന്നത് ചിലപ്പോൾ മന്ത്ലി ബേസിസിലോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അതൊരു ഡെപ്റ്റ് ഇൻകം ഫണ്ടാണ്. സാധാരണ നമ്മുടെ മന്ത്ലി ഇൻകം പ്ലാൻസ്, UTIയുടെ യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ മന്ത്ലി ഇൻകം പ്ലാൻസ് എന്നൊക്കെ പറയുമ്പോൾ ഓരോ മന്തിലും എത്ര എമൗണ്ട് കിട്ടുമെന്നുള്ളത് നേരത്തെ തന്നെ നമുക്കറിയാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെയാണ് അഷ്വേർഡ് റിട്ടേൺ ഫണ്ടിനകത്ത് വരുന്നത്. അടുത്താണ് മിഡ് ക്യാപ്പ് ഓർ സ്മോൾ ക്യാപ്പ് ഇക്വിറ്റി ഫണ്ട്സ് എന്ന് പറയുന്നത്. ഇവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ലോവർ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനുള്ള കമ്പനികളിലായിരിക്കും ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത്. അപ്പോൾ റിസ്കിൻ്റെ കാര്യം വെച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്മോൾ കമ്പനി ഫണ്ട്സ് എന്ന് പറയുമ്പോഴത്തേനും ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉണ്ട്, അല്ലെങ്കിൽ ജസ്റ്റ് ഗ്രോത്ത് ടൈപ്പ് ആയിരിക്കും അങ്ങനെയുള്ളതെന്ന് പറയാം. അടുത്തത് ELSS ഫണ്ടാണ്. ELSS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇക്വിറ്റി ലിങ്ക്ഡ് സേവിങ്സ് സ്കീമാണ്. ഇതെന്ന് പറയുന്നത് ഡൈവേഴ്സിഫൈഡ് ഇക്വിറ്റി ഫണ്ടിൻ്റെ ഒരു സബ് ക്ലാസിഫിക്കേഷനായിട്ട് വരുന്നതാണ്. അപ്പോൾ ഈ ഒരു ELSSലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്
ടാക്സ് ഡിഡക്ഷൻ കിട്ടുന്ന തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളാണ് ഇതിനകത്ത് വരുന്നത്. ഇൻകം ടാക്സ് ആക്ടിൻ്റെ 80C പ്രകാരമുള്ള ടാക്സ് ഡിഡക്ഷൻ ഈ ഫണ്ടുകൾക്ക് അവൈലബിൾ ആണ്. അതിനകത്ത് ഇക്വിറ്റി ഫണ്ടിലൊക്കെയാണ് മെയിനായിട്ട് ട്രേഡിംഗ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത്. ഇക്വിറ്റി ഫണ്ട്സിലാണ് ഒരു ലോക്ക് ഇൻ പീരിയഡ്, ഒരു 3 years ലോക്ക് ഇൻ പീരിയഡ് ഉണ്ടായിരിക്കുന്നതാണ്. അടുത്താണ് 7th വൺ, വാല്യൂ ഫണ്ട്സ്. വാല്യൂ ഫണ്ട്സ് എന്ന് പറയുന്നത് ഡൈവേഴ്സിഫൈഡ് ഇക്വിറ്റി ഫണ്ട്സാണ്. അതിനകത്ത് ഒരു വാല്യൂ സ്റ്റൈൽ ഓഫ് ഇൻവെസ്റ്റിംഗ്, വാല്യൂവിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇവർ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം മാർക്കറ്റിൽ അണ്ടർ പ്രൈസിലായിട്ട് കിടക്കുന്ന, അണ്ടർ പ്രൈസിൽ എന്ന് പറഞ്ഞാൽ ഉള്ള വിലയിനേക്കാളും താഴ്ന്ന വിലയിൽ കിടക്കുന്ന സെക്യൂരിറ്റീസിനെ ഇവർ ഐഡൻറ്റിഫൈ ചെയ്യും. എന്നിട്ട് അങ്ങനെയുള്ള സെക്യൂരിറ്റീസ് മേടിച്ചിട്ട് എന്നാണോ ഇതിൻ്റെ പ്രൈസ് കറക്റ്റായിട്ട് വരുന്നത് അതുവരെ ഇവർ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കും. അതാണ് വാല്യൂ ഫണ്ട്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ അണ്ടർ പ്രൈസിൽ, ഇപ്പോൾ കുറഞ്ഞ വിലയിൽ കിടക്കുന്നത് മേടിക്കും. എന്നിട്ട് എന്നാണോ അത് കറക്റ്റ് പ്രൈസിൽ എത്തുന്നത് ആ സമയത്ത് അതവർക്ക് വിൽക്കാമെന്നുള്ള രീതിയിൽ, അതുവരെ കൈവശം വെക്കാമെന്നുള്ള രീതിയിലാണ് പർച്ചേസ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ടെമ്പിൾട്ടൺ ഇന്ത്യ ഗ്രോത്ത് ഫണ്ട് എന്ന് പറയുന്നത്. അടുത്താണ് ബാലൻസ്ഡ് ഫണ്ട്. ബാലൻസ്ഡ് ഫണ്ട് എന്ന് പറയുമ്പോൾ അതിനകത്തുള്ള പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്സും പ്രിഫറൻസ് ഇക്വിറ്റി ഷെയറുകളെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്ന പോർട്ട്ഫോളിയോ ആണുള്ളത്. അപ്പോൾ ഇവരുടെ അസറ്റ് എന്ന് പറയുന്നത് മോർ ഓർ ലെസ് ഈക്വൽ പ്രൊപ്പോർഷൻ, അതായത് ഡെപ്റ്റും ഇക്വിറ്റിയും, ഇത് കടമായിട്ടുള്ള സെക്യൂരിറ്റീസ് അതല്ലാത്ത ഓണർഷിപ്പ് സെക്യൂരിറ്റീസും ഉണ്ട്. അതെല്ലാം ഏകദേശം ഒരു ബാലൻസ്ഡ് പൊസിഷനിൽ നിൽക്കുന്ന രീതിയിലുള്ള പോർട്ട്ഫോളിയോ ആണ് അവർ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഡെപ്റ്റ് ഇക്വിറ്റി മിക്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വഴി അവരൊരു ബാലൻസ് കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഇൻകത്തിൻ്റെ ആ ഒരു ബാലൻസ് അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. മോഡറേറ്റ് ആയിട്ട് ക്യാപിറ്റൽ അപ്രീസിയേഷന്, പിന്നെ പ്രിസർവേഷൻ ഓഫ് ക്യാപിറ്റൽ, ഇതെല്ലാം ഈ ഒരു ബാലൻസ്ഡ് ഫണ്ടിൽ പോസിബിളാണ്. ഈ ഒരു കാറ്റഗറി എന്ന് പറയുന്ന ഹൈബ്രിഡ് ഫണ്ടാണ്. ദിസ് ഈസ് എ കാറ്റഗറി ഓഫ് ഹൈബ്രിഡ് ഫണ്ട്സ്. ഹൈബ്രിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല വെറൈറ്റീസ് കൂടിച്ചേർന്നിട്ടുള്ളതാണ്. അടുത്താണ് കമ്മോഡിറ്റി ഫണ്ട്. ഈ മ്യൂച്വൽ ഫണ്ട് ഏജൻസികൾ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന പല കമ്മോഡിറ്റീസിലാണ്. ഒന്നെങ്കിൽ ഡയറക്റ്റ് കമ്മോഡിറ്റീസിൽ, അതല്ലാന്നുണ്ടെങ്കിൽ കമ്മോഡിറ്റി കമ്പനികളുടെ ഷെയറുകളിൽ, അതുമല്ല എന്നുണ്ടെങ്കിൽ കമ്മോഡിറ്റീസിനെ അണ്ടർലൈങ് അസറ്റായിട്ട് വെച്ചുകൊണ്ടുള്ള ഫ്യൂച്ചർ കോൺട്രാക്റ്റുകളിൽ, അതായത് ഗോൾഡ് ഫണ്ട് ഒക്കെ അതിൻ്റെ എക്സാമ്പിളായിട്ടാണ് വരുന്നത്. അടുത്താണ് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് അല്ലെങ്കിൽ ETF എന്ന് പറയുന്നത്. എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷെയറുകൾ പോലെ തന്നെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യുകയും ട്രേഡ് ചെയ്യുകയും ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടുകളാണ് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്കീമിൻ്റെ അകത്ത് ഓപ്പൺ എൻഡ് സ്കീമിൻ്റെയും ക്ലോസ് എൻഡ് സ്കീമിൻ്റെയും ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഫീച്ചേഴ്സ് കമ്പൈൻ ചെയ്തിട്ടുള്ളൊരു ഫണ്ടാണ് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇവർ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു മാർക്കറ്റ് ഇൻഡെക്സിനെ ട്രാക്ക് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് ഒരു സിംഗിൾ സ്റ്റോക്ക് പോലെ തന്നെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ട്രേഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ യൂണിറ്റുകൾ നമുക്ക് ബാക്കി ഷെയറൊക്കെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ മേടിക്കുകയും വിൽക്കുകയും ചെയ്യുന്നത് പോലെ തന്നെ ഇതിൻ്റെ അകത്തെ യൂണിറ്റുകൾ നമുക്ക് ബ്രോട്ട് ആൻഡ് സോൾഡ് ചെയ്യാനായി സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ബ്രോട്ട് ആൻഡ് സോൾഡ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ ETF എന്ന് പറയുന്നത് അതിൻ്റെ മാർക്കറ്റ് പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യുന്നത് ടൈം ടു ടൈം ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. അതായത് ഇൻഡെക്സിലെ വാല്യൂ മാറിക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് ഇതിൻ്റെ വാല്യൂ ടൈം ടു ടൈം ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അതിൻ്റെ എക്സാമ്പിളാണ് നിഫ്റ്റി BES ബേസ്ഡ് ഓൺ S&P CNS നിഫ്റ്റി എന്ന് പറയുന്നത്. അടുത്താണ് ഗോൾഡ് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് അല്ലെങ്കിൽ GTF എന്ന് പറയുന്നത്. RBI ആണ് 2006 ഈ ഒരു GTF ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ പ്രൈമറി ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഗോൾഡ് അല്ലെങ്കിൽ ഗോൾഡ് റിലേറ്റഡ് ഇൻസ്ട്രുമെൻസിലായിരിക്കും. അപ്പോൾ ഈ ലിസ്റ്റഡ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ അതിനെ ബാക്ക് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതിനെ പിന്താങ്ങിക്കൊണ്ട് ബാങ്കിൻ്റെ കസ്റ്റഡിയിൽ അത്ര എമൗണ്ടിൻ്റെ ഗോൾഡ് ഹെൽഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇൻവെസ്റ്ററുടെ അഭാവത്തിൽ അത്രയും ഗോൾഡ് ബാങ്കിൻ്റെ കസ്റ്റഡിയിൽ സൂക്ഷിച്ചിട്ടുണ്ടായിരിക്കും. GTF എന്ന് പറയുന്നത് ബുള്ളിയൻ മാർക്കറ്റിൽ ഫിസിക്കൽ ഡെലിവറി ഇല്ലാതെ കൊണ്ട് എൻ്റർ ചെയ്യാനായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അടുത്താണ് മണി മാർക്കറ്റ് മ്യൂച്വൽ ഫണ്ട് MMF എന്ന് പറയുന്നത്. മണി മാർക്കറ്റ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് മ്യൂച്വൽ ഫണ്ടാണ്. അവർ പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് മൊബിലൈസ് ചെയ്യുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ലിക്വിഡ് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻസിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ട്രഷറി ബില്ല്, കൊമേഴ്ഷ്യൽ പേപ്പർ, സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് തുടങ്ങിയ ഇൻസ്ട്രുമെൻറ്റ്സിലാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക്കും കൂടെ നോക്കാം. വാട്ട് ഈസ് നെറ്റ് അസറ്റ് വാല്യൂ അല്ലെങ്കിൽ NAV എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കണം. ഒരു മ്യൂച്വൽ ഫണ്ടിൻ്റെ ഒരു പർട്ടിക്കുലർ സ്കീമിൻ്റെ വാല്യൂ അല്ലെങ്കിൽ അതിൻ്റെ പെർഫോമൻസിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് നെറ്റ് അസറ്റ് വാല്യൂവിൻ്റെ ബേസിസിലാണ്.
സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നെറ്റ് അസറ്റ് വാല്യൂ എന്ന് പറയുന്നത് ഒരു സ്കീം വഴി ഹെൽഡ് ചെയ്തിരിക്കുന്ന സെക്യൂരിറ്റീസിൻ്റെ മാർക്കറ്റ് വാല്യൂ ആണ് നെറ്റ് അസറ്റ് വാല്യൂ എന്ന് പറയുന്നത്. നെറ്റ് അസറ്റ് വാല്യൂവിനെ നമ്മൾ ഇൻട്രിൻസിക് വാല്യൂ ഓഫ് ഈച്ച് യൂണിറ്റ് എന്ന് നമ്മൾ വിളിക്കാറുണ്ട്. ഇതെന്ന് പറയുന്ന ഓരോ ഫണ്ടിൻ്റെയും പെർഫോമൻസിനെ മെഷർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പെർഫോമൻസിൻ്റെ ഒരു ഇൻഡിക്കേറ്ററാണ് NAV എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ മാർക്കറ്റ് പ്രൈസ് ഓഫ് ഈച്ച് യൂണിറ്റ് ഓഫ് എ പെർട്ടിക്കുലർ സ്കീം ഇൻ റിലേഷൻ ടു ദ അസറ്റ് ഓഫ് എ സ്കീം. അപ്പോൾ ഓരോ സ്കീമിൻ്റെയും മാർക്കറ്റ് പ്രൈസ് എത്രയാണ് എന്നുള്ളത് നമ്മൾ കാണിക്കുന്ന NAV ആയിട്ടാണ് കാണിക്കുന്നത്. ഈ NAV പ്രൈസിലാണ് മ്യൂച്വൽ ഫണ്ട്സ് നമ്മൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നത്. ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് സബ്സ്ട്രാക്റ്റിംഗ് ലയബിലിറ്റീസ് ഫ്രം ദ വാല്യൂ ഓഫ് ഫണ്ട് സെക്യൂരിറ്റീസ് ആൻഡ് അതർ ഐറ്റംസ് ഓഫ് വാല്യൂ ആൻഡ് ഡിവൈഡിങ് ദിസ് ബൈ ദ നമ്പർ ഓഫ് ഔട്ട്സ്റ്റാൻഡിങ് യൂണിറ്റ്. ഫസ്റ്റ് നമ്മൾ വാല്യൂ ഓഫ് ഫണ്ട്സിൻ്റെ അകത്തുനിന്ന് ലയബിലിറ്റീസും പിന്നെ അതർ ഐറ്റംസ് ഓഫ് വാല്യൂ എല്ലാം ഡിഡക്റ്റ് ചെയ്തിട്ട് അതിനെ നമ്പർ ഓഫ് ഔട്ട്സ്റ്റാൻഡിങ് യൂണിറ്റ് വെച്ചിട്ട് ഡിവൈഡ് ചെയ്തെടുക്കുമ്പോഴാണ് നമുക്ക് NAV കിട്ടുന്നത്. നമ്മുടെ ഇക്വേഷൻ കാണിച്ചിട്ടുണ്ട്. നെറ്റ് അസറ്റ് ഓഫ് ദ സ്കീം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ് ഔട്ട്സ്റ്റാൻഡിങ് ആണ് ഒരു സ്കീമിൻ്റെ NAV അല്ലെങ്കിൽ നെറ്റ് അസറ്റ് വാല്യൂ എന്ന് പറയുന്നത്. എല്ലാ ട്രേഡിംഗ് ഡേയുടെ അവസാനം ഓരോ സെക്യൂരിറ്റീസിൻ്റെ അല്ലെങ്കിൽ ഓരോ സ്കീമിൻ്റെയും നെറ്റ് അസറ്റ് വാല്യൂ എത്രയാണെന്നുള്ളത് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായിരിക്കും. ഓരോ ഡേയും ക്ലോസ് ചെയ്യുന്ന സമയത്ത് തന്നെ അത് ഡിക്ലെയർ ചെയ്യണം എന്നുള്ളത് സെബിയുടെ മ്യൂച്വൽ ഫണ്ട് റെഗുലേഷൻസിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും ക്ലോസിങ്ങിൽ ആ ഒരു ട്രേഡിംഗ് ക്ലോസിങ്ങിൽ അതിൻ്റെ നെറ്റ് അസറ്റ് വാല്യൂ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായിരിക്കും. ഇത്തരം നന്നായിട്ടൊന്ന് വായിച്ച് നോക്കാം. താങ്ക് യു.